എല്ലാ പ്രിയ വിദ്യാർത്ഥിനികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. SLC പബ്ലിക് എക്സാം റിസൾട്ട് 2025 റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ പല വിദ്യാർത്ഥികൾക്കും ഉണ്ടായിട്ടുള്ള പ്രശ്നവും എന്താണ്, ദുഃഖകരമായിട്ടുള്ള ഒരനുഭവം തന്നെയാണ്. വിചാരിച്ച മാർക്ക് കിട്ടാതെ വരുന്ന ഒരു അവസ്ഥ, വിചാരിച്ച ഗ്രേഡ് കിട്ടാതെ വരുന്ന ഒരു അവസ്ഥ. അതായത് നിങ്ങളിപ്പോൾ ഒരു A+ മാർക്കൊക്കെ പ്രെഡിക്റ്റ് ചെയ്തിരുന്നു, ബട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്തില്ല, A+ കിട്ടിയില്ല. എയോ ബിയോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത്. അപ്പം നിങ്ങൾക്ക് തോന്നുമായിരിക്കും സ്വാഭാവികമായിട്ടും, ഞാൻ എന്താണ് കുറച്ചും കൂടെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തതാണല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് കിട്ടാതെ പോയത്? അപ്പോൾ അതിനെന്തെങ്കിലും കിട്ടാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായി ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകളുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതിന് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. SLC പബ്ലിക് എക്സാം റിസൾട്ട് 2025 റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. പല വിദ്യാർത്ഥികൾക്കും ഉണ്ടായ ഒരു വിചാരിച്ച മാർക്ക് കിട്ടാതെ, വിചാരിച്ച ഗ്രേഡ് കിട്ടാതെ വരികയും, ഒരു A+ ഒക്കെ പ്രെഡിക്റ്റ് ചെയ്തു, ബട്ട് എയോ ബിയോ ഒക്കെ മാത്രമാണ് കിട്ടിയത്. നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു തോന്നലുണ്ടാകും, ഞാൻ ഇത്രയല്ലല്ലോ എഴുതി, എനിക്ക് കുറച്ചും കൂടി എന്ത് ചെയ്യേണ്ടതല്ലേ, കിട്ടേണ്ടതല്ലേ, നോക്കി ടീച്ചർക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയോ? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ പേപ്പർ, നിങ്ങളുടെ ആ വിഷയത്തിന് നിങ്ങൾക്കിപ്പോൾ റീവാലുവേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. മെയ് മാസം 12 മുതൽ മെയ് മാസം 17 വരെയാണ് പ്രിയ വിദ്യാർത്ഥിനികൾക്ക് റീവാലുവേഷനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ വിചാരിച്ച ഗ്രേഡ് കിട്ടാതിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും അവസ്ഥ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ പേപ്പർ റീവാലുവേഷനായി നൽകാൻ സാധിക്കും. അപ്പോൾ റീവാലുവേഷൻ അപേക്ഷിക്കുമ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഗ്രേഡ് കൂടും എന്നുറപ്പുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ റീവാലുവേഷൻ കൊടുക്കുന്നത് കൊണ്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ അടച്ച പൈസ റീഫണ്ട് കിട്ടുകയില്ല. 8 മാർക്കോളം കൂടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എമൗണ്ട് റീഫണ്ട് ആകും. നിങ്ങൾക്ക് മാർക്ക് കൂടും, അതിപ്പോൾ നിങ്ങൾക്കൊരു A അല്ലെങ്കിൽ നിങ്ങൾക്കൊരു A ആണുള്ളതെങ്കിൽ അത് A+ ആകും എന്ന് നിങ്ങൾക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, റീവാലുവേഷൻ കൊടുക്കാൻ പാടുള്ളൂ. അതായത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ഗ്രേഡിലൊരു വർധനവ് ഉണ്ടാകും എന്നൊരു ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ, റീവാലുവേഷൻ കൊടുത്തിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ അടച്ച പൈസ നഷ്ടമാകും. തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഈസ് ക്രിയ, ദ ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ ഗൈഡ്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.